പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗവിരുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ആയിരുന്ന സമയം മുതൽ കർത്താവിൻ്റെ അധികമായ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. സങ്കീർത്തനത്തിൽ നിന്ന് പാടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ വൃന്ദം ബലപ്പെടുത്തി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സാക്ഷ്യം കർത്താവിൻ്റെ ദാസനിൽ കൂടി കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അതും നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനൊരു തെളിവ് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ പ്രസ്താവിക്കുവാൻ കർത്താവ് തൻ്റെ ദാസനെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് വചന ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ച ഒരു വചനഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വാക്യം വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അനേക പ്രാവശ്യം നാം വായിച്ചതും ധ്യാനിച്ചതും അതേ പ്രസംഗം കേട്ടതുമായിട്ടുള്ള ഹല്ലേലൂയ വാക്യം ആണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് കാരാഗ്രഹവാസത്തിലാണ്. അപ്പോൾ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി പോകുന്ന ഫിലിപ്പിയ ദേശ പട്ടണത്തിലെ സഭയെയും ദൈവജനത്തെയും പിന്നെയും കർത്താവിൽ ഉറപ്പിക്കുവാൻ ഹല്ലേലൂയ എഴുതുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സ്വർഗീയമായ ദർശനത്തെ വളരെ ആഴമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ്. സ്വർഗീയമായ ദർശനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, പിന്നെ എവിടെയാണ് നമ്മുടെ പൗരത്വം? സ്വർഗത്തിലാണ് എന്ന് കൃത്യതയോടെ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ലേഖനമാണിത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിൽ കൂടി നാം കടന്നുപോയാലും ദൈവത്തിന് സ്തോത്രം, വളരെ പ്രശ്നപൂരിതമായ സാഹചര്യത്തിൽ കൂടിയാണ് നാം കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നത്. അത് നമ്മുടെ അനുഭവങ്ങളിൽ കൂടി നമുക്ക് തന്നെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സാഹചര്യത്തിലെല്ലാം ഹല്ലേലൂയ അതിനപ്പുറമായ ഒരു ദൈവകൃപ വ്യാപരിക്കുന്ന ഒരു കർത്താവിൽ ആണ് നാം ആശ്രയിച്ചിരിക്കുന്നത് എന്ന് കൃത്യതയോടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഇത് സാക്ഷാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിചാരം? ദൈവത്തിന് സ്തോത്രം. വിചാരപ്പെടുന്നവരാണോ നമ്മൾ? ഹല്ലേലൂയ. നാം ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പിന്നെയും നാം വിചാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ടെക്നോളജി വളരെ വളർന്നിട്ടുണ്ട്. ഔദ്യോഗിക മണ്ഡലങ്ങൾ വളരെ വളർന്നിട്ടുണ്ട്. മനുഷ്യരുടെ കൾച്ചർ വളരെ വളരെ ഉന്നതമായ നിലയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആ ഘട്ടത്തിലും ദൈവത്തിന് സ്തോത്രം നാം വിചാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഉണ്ടോ? നമുക്ക് വിചാരങ്ങളുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ സൗദി അറേബ്യയിലായിരുന്ന കാലത്ത് ദൈവത്തിന് സ്തോത്രം, ഞാൻ ചില സമയങ്ങളിലൊക്കെ രാത്രി ചില മീറ്റിംഗ് കഴിഞ്ഞൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഹല്ലേലൂയ അനേക ആളുകളെ കാണാം. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ആളുകളെ കാണാം. അവരോ എന്താണ് രാത്രി സമയങ്ങളിൽ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്തിനാണ്? ഹല്ലേലൂയ അവർക്ക് ഉറക്കം വരുന്നില്ല. വളരെ വിചാരങ്ങൾ, ചിന്തകൾ, വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ദൈവത്തിന് സ്തോത്രം, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിന്ത, വീട് പണിയെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെ അനവധിയായിട്ടുള്ള ചിന്തകൾ അവരെ ഭരിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല. ദൈവത്തിന് സ്തോത്രം.
എനിക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് എന്നാൽ അത്ര വലിയൊരു ഹാർഡ്ഷിപ്പിൽ കൂടി ഒന്നും കടന്നു പോയിട്ടുള്ള ആളല്ല. എന്നാലും ചില ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉറക്കം കളയും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? ദൈവത്തിന് സ്തോത്രം. സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഉറക്കം പോയാൽ നമ്മുടെ ആരോഗ്യം പോവും. സൗദി അറേബ്യയിൽ പോയ ഒരു 90% ആൾക്കാരും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ലൈഫ് അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടുള്ള രോഗങ്ങളില്ലാതെ ഒരാളും വരില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാവുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ വിചാരം കൊണ്ടുണ്ടാകുന്നത് എന്താണ്? നമ്മുടെ ഉറക്കം പോകുന്നു, സമാധാനം പോകുന്നു, സന്തോഷം പോകുന്നു, വീടുമായിട്ടുള്ള പ്രശ്നത്തിൽ, കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നം, പള്ളിയിൽ വന്ന പ്രശ്നം, ചർച്ചിൽ ആരാധനയ്ക്ക് സന്തോഷമില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് വിചാരങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. അതുമാത്രമല്ല, മത്തായി സുവിശേഷം അതിൻ്റെ 6:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിചാരപ്പെടരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനത്തെ വാക്യം മാത്രം ഞാൻ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 27-ാമത്തെ വാക്യം, നീ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. ദിസ് ഈസ് വേർഡ് ഓഫ് ഗോഡ്. ദിസ് ഈസ് ഫൈനൽ. ഇതിനപ്പുറത്തൊരു പ്രമാണമില്ല. നീ വിചാരപ്പെടുന്നത് കൊണ്ട് നിൻ്റെ അധ്വാനത്തോടൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിചാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് ഇവിടെ ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അതേ 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെശയ്യാപ്രവാചകൻ 55-ന്റെ അതെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവം പറയുന്നത്, കർത്താവ് യെശയ്യാ പ്രവാചകനിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. പിന്നെയോ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ പുട്ട് അപ്പോൺ ഹിം. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ഡിഫിക്കൽട്ടീസ് വെൻ യു ആർ ഇൻ സ്ട്രഗിൾ, നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഹല്ലേലൂയ പുട്ട് ഓവർ ഹിം. ദെയർ ഈസ് സംബഡി ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു പക്ഷേ ഞങ്ങൾ സഹോദരന്മാർ 4-5 പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ ഇളയ അനിയൻ ഒന്നിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. മനസ്സിൽ വരുന്ന പറയാം കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ? അവൻ്റെ മുകളിൽ 4 ജ്യേഷ്ഠന്മാരുണ്ട്. ദെൻ വൈ ഐ ഷുഡ്. ഹല്ലേലൂയ. ഒന്നിലും ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ റോൾ വന്നാലും എടുക്കുകയല്ല. ദൈവത്തിന് സ്വഭാവം പറയും, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾ ഉണ്ട്, നിങ്ങൾ എടുക്കുക എന്നുള്ള, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വേണ്ടി ആരെങ്കിലും നമ്മുടെ ചുമതല, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവചനം again and again repeatedly saying that cast all your burden upon me. അത് മറ്റാളുടെ കയ്യിലിടാനും അല്ല ഇവിടെ പറയുന്നത്, പുട്ട് ഓവർ ഹിം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഭാരപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ഇതെഴുതിയ ഓദർ ആരാണെന്നറിയാമോ? ദാവീദ് ആരാണ്? ഇതെഴുതുന്ന സമയത്ത് ആരാണ്? എളിയവനോ ദരിദ്രനോ വല്ലോ ആണോ? ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദ് എഴുതുന്ന സമയത്ത് ഈ സങ്കീർത്തനത്തിൽ കാണിക്കുന്നതായിട്ടുള്ള ദാവീദ്, ഹി വാസ് നോട്ട് എ പൂർ ഓർ നീഡി മാൻ, ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്.
When he come before the Lord, his language is different. ദൈവത്തിന് സ്തോത്രം. അവൻ പറയാണ്, ദാവീദ് പറയാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം ഏതവസ്ഥയിലാണെങ്കിലും, നോ മാറ്റർ, അവർ ലോർഡ് ഈസ് മൈറ്റി ലോർഡ്. ഹല്ലേലൂയ. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം സന്തോഷത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഞാൻ എൻ്റെ ഒരു ചെറിയ കാര്യം പെട്ടെന്ന് സൂചിപ്പിക്കാം, സമയത്തിൻ്റെ കുറവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന കാലം, ഹല്ലേലൂയ, ഞങ്ങളുടെ റോഡ് സൈഡിലുള്ള വീടാണ്. അവിടെ ഒരു 5-8 കടകളും ഒക്കെ ഉള്ളൊരു കാലം, പഴയ കാലഘട്ടം. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ചേച്ചിയുണ്ട്. എല്ലാ കടകളും ഉണ്ട് അവിടെ, ഞങ്ങളുടെ കടകൾ തന്നെയാണ്. അവർ ഒരു ദിവസം വൈകുന്നേരം 6 മണിയായപ്പോൾ ഒരു ചിരട്ട വാങ്ങിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ തീയരിക്കാനായിട്ട്. അവർ ഒരു ബാസ്ക്കറ്റ് എടുക്കുവാനായിട്ട് വീട്ടിലോട്ട് വന്നു. എന്നോട് പറഞ്ഞു എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് അതങ്ങോട്ട് നീട്ടുമ്പോൾ, മഴയുള്ള കാലം, ഇടിവെട്ടുന്ന കാലം, ആ ചേച്ചി കൈ നീട്ടി. എനിക്ക് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ ബാസ്ക്കറ്റ് അങ്ങോട്ട് നീട്ടി. അത് വാങ്ങുന്ന സമയത്ത് ഒരിടി വെട്ടി. ദൈവത്തിന് സ്തോത്രം. ആ ചേച്ചി അവിടെ വീണു, ഞാനും വീണു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തിനു പറയുന്നു? ആ ചേച്ചി 20 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് മരിച്ചുപോയി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളാണ് ഞാനിത് ഓർക്കുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങനെ ഓർക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം എന്ത് വിചാരിക്കുന്നു? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദാറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റർ ദാൻ യുവർ തിങ്കിങ് ആൻഡ് യുവർ ഇമാജിനേഷൻ. ദൈവത്തിന് സ്തോത്രം. നാം നമ്മെക്കുറിച്ച് ഹല്ലേലൂയ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും ഹല്ലേലൂയ ഉന്നതമായിരിക്കും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. We are too short. How many of us are ready to agree that we are too short? അതുകൊണ്ട് തന്നെയാണ് ദാവീദ് ഇവിടെ വരുമ്പോൾ, ദൈവത്തിന് മുൻപിൽ വരുമ്പോൾ പറയുന്നത്, ഞാൻ എളിയവനും നിസ്സാരനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ എളിയവനും നിസ്സാരനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള പ്ലാൻ അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ ഒരു അനുഭവം കൂടെ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എൻ്റെ അനുഭവമാണ്. ഷാരോനെ കൺസീവ് ചെയ്ത കാലം, അവളെ ഒരു 2nd മന്ത് ഫിനിഷ് ആവുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടായി. ആശുപത്രി കൊണ്ടുപോയി, ഞങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി. അവർ പെട്ടെന്ന് പ്രൈമറി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പറഞ്ഞാൽ അടുത്ത ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയപ്പോൾ ഹല്ലേലൂയ, അവളെ നോക്കുന്ന ഡോക്ടർ അന്ന് ഡൽഹി സെമിനാറിന് പോയിരിക്കുകയാണ്. ആ ദിവസമില്ല. മറ്റു ഡോക്ടർ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞു ഇത് ഇമ്മീഡിയറ്റായിട്ട് അബോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വൈകിട്ടെല്ലാം റെഡിയായി. ഞങ്ങളെ കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടെ റെഡിയായി നിന്നു. അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ആ സന്ധ്യ സമയമായപ്പോൾ അവളെ നോക്കുന്ന ഡോക്ടർ കയറി വന്നു. ദൈവത്തിൽ സ്വന്തം അവർ പോകുന്ന വഴിയിലായതുകൊണ്ട് അവിടെ വന്ന് കാര്യങ്ങൾ നോക്കി വെച്ച് പോകാനായിട്ട് സീനിയർ ഡോക്ടറാണ്. ഞാൻ ഓടി അവരുടെ അടുത്ത് നിന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വന്നു നോക്കി, വീണ്ടും ഒരു സ്കാനിങ് ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഈ കാലങ്ങളിലാണ് ഓർക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ ഡോക്ടർ വരുന്നത് ഡിലേ ആയാൽ, അല്ലെങ്കിൽ ഞാൻ അവരെ കാണുന്നത് ഡിലേ ആയാൽ, ഈ ഷാരോൻ ഇവിടെ കാണത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ ഹല്ലേലൂയ ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നത് അവൻ്റെ കൃപയാൽ മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എത്രയോ പേരാണ് ഈ കൊറോണ സമയത്ത് ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വീടുകളിലോ നമ്മുടെ ചുറ്റുപാടുകളിലുമോ സ്വന്തക്കാരുമോ ആരും ഇല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് നമ്മളെ അത് ഫീൽ ചെയ്യുകയോ ഹർട്ട് ചെയ്യത്തില്ല. ഒരു ഭവനത്തിൽ, പെന്തക്കോസ്ത് ഫാമിലിയിൽ ഒരു ഭവനത്തിൽ 4 പേര് പോയ കഥ എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പൻ അമ്മയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, അങ്ങനെ എത്രയോ പേര്. സ്റ്റിൽ വി ആർ ഹിയർ. നമ്മൾ ഇത്രയും പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ്. യഹോവ എനിക്കത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും?
സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, യഹോവ എനിക്കേത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഹല്ലേലൂയ, രക്ഷയുടെ പാനപാത്രമെടുത്ത് തിരുനാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, നാം ആയിരിക്കും, ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിച്ചു. സ്തോത്രം. ഇത്ര വലിയ നമുക്ക് ഇത്രയും അവസരങ്ങൾ ലഭിച്ചു. ഹല്ലേലൂയ, ഇത്രയും സന്തോഷിക്കുവാൻ അവസരം ലഭിച്ചു. ദൈവമക്കളെ പോലെ സന്തോഷിക്കുന്നവർ വേറെ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ സാക്ഷ്യം പറഞ്ഞല്ലോ, ആ കറക്റ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ ആ സഹോദരി യേശുവിൻ്റെ നാമത്തിൽ റെബ്യൂക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. ആ മൂമെൻറ്റിൽ പോയ ബോധം മടങ്ങി വന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? അത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഇവിടെയുള്ള ചിലരിലെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ദൈവത്തെ അധികമായിട്ട് ഹല്ലേലൂയ, ദൈവത്തിലേക്ക് അധികമായിട്ട് അടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻസും മുഖാന്തരങ്ങളാണ്. ഞാൻ പറഞ്ഞ 2 ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു പൊതുസഭയിൽ പറയുന്നത്. ഹല്ലേലൂയ, ആദ്യമായിട്ട് ഞാൻ ഹല്ലേലൂയ അവിടെ അതത്രേ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ടൊരു സഭയിൽ പറയുന്നത് ഹല്ലേലൂയ. ഇത് മറക്കാൻ വെക്കുന്ന അനുഭവങ്ങളാണോ? ഞാൻ ആ ബാസ്ക്കറ്റ് നീട്ടി ആ സഹോദരി കൈ നീട്ടി വാങ്ങിക്കാൻ ആ ഡിസ്റ്റൻസിൽ ഇടിവെട്ടുമ്പോൾ ആ സഹോദരി വീഴുന്നു, ഞാനും വീഴുന്നു. ആ സഹോദരി 20 ദിവസത്തിനകം മരിച്ചു പോകുന്നു. ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ, അത് ഒരുപക്ഷെ ഞാനായിക്കൂടെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ലേ, ഞങ്ങൾ 2 ആയിക്കൂടെ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും പദ്ധതിയുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, ഏത് ഘട്ടങ്ങൾ വന്നാലും അവിടെ നിന്ന് ദൈവം നിർത്തുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ശരിക്കും ദൈവത്തിന് സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. പിന്നെന്ത് വേണം? സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ, there is an option before you. നിങ്ങൾക്ക് ഭാരമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ, there is an option for you. ഹല്ലേലൂയ, you can just come before the Lord. ആ സഹോദരി പറഞ്ഞ വാക്ക് ഹല്ലേലൂയ, rebuke in the mighty name of Jesus. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അതിശയകരമായ ശക്തി അവിടെ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരും. അവിടെ പ്രതികൂലങ്ങളിൽ നിന്നെ വിടുവിക്കാൻ ശക്തമാണ്. ഹല്ലേലൂയ, നാം ചുമക്കുന്ന, ഹല്ലേലൂയ, നമ്മെ ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഈ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. പാസ്റ്റർ ആദ്യം പറഞ്ഞ പോയിന്റ് ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരുപാട് അഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനത് വളരെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് അഡ്രസ്സിങ്ങും ഒരുപാട് കാര്യമൊന്നും ആവശ്യമില്ല. ഗോഡ് ഹല്ലേലൂയ, വളരെ ക്രിസ്റ്റൽ വൈറ്റായിട്ട് ദൈവത്തിന് സ്തോത്രം പ്ലെയിനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യു ക്യാൻ സ്ട്രെയിറ്റ് അവേ ഗെറ്റ് ഇൻ ടു ദ മാറ്റർ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആവശ്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അവനത് കേൾക്കുവാൻ കാത് കോർപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. വിശ്വസിക്കുന്നോ? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊരു വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഒരു ദൈവഭക്തനെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവൻ്റെ ഹല്ലേലൂയ പിതാവിൻ്റെ മുന്നിൽ ഹല്ലേലൂയ അബ്ബാവേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ അവകാശം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നിനക്ക് നിൻ്റെ ആവശ്യങ്ങളുമായിട്ട് വരാം.
എനിക്ക് ആ വാചകത്തിലെ ആ ഒരു വേഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഹിം. എത്ര സിമ്പിൾ, എത്ര ബ്യൂട്ടി, എത്ര സ്വീറ്റായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്ന് എൻ്റെ ഒരു ചിന്താഗതിയിൽ എന്നെ അത് വളരെ അട്രാക്റ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുട്ട് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് അറിയിച്ചാൽ മതിയെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഷാരോൻ പപ്പായ്ക്ക് വേണ്ടി ഒരു പുസ്തകം വാങ്ങിച്ചാന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു. ആ പുസ്തകത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ ഞാൻ വായിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്നത്തെ ക്രിസ്തീയ ലോകം, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം, സ്പിരിച്വാലിറ്റി, ഇതിനെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള 1 മില്യണിൽ കൂടുതൽ വിറ്റടിച്ച ഒരു പുസ്തകമാണ്. ദൈവത്തിന് അതിൽ പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. വി ആർ ഡൂയിങ് മെനി തിങ്സ് ഫോർ ഗോഡ്, but not being with God. നമ്മൾ അങ്ങനെയാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ അങ്ങനെയാണോ? ഹല്ലേലൂയ. വി ഹാവ് ടു ചെക്ക്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരാണോ? ഹല്ലേലൂയ. ദൈവത്തോടൊപ്പം നിൽക്കുന്നവരാണോ? ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊന്നും കാര്യമല്ല. ഹല്ലേലൂയ. നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. എന്നാൽ ഇഫ് യു ആർ വിത്ത് ഗോഡ്, ഹീ ഈസ് വിത്ത് യു. ദൈവത്തോട് അടുത്ത് വരുവീൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ ദൈവത്തോട് അടുത്ത് വരേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മടങ്ങി വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവനെ അറിയിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ വിശദമായിട്ട് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ, ഹല്ലേലൂയ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. വളരെ വിശദമായിട്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ജബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന് ജബ്ബേസ് എന്ന് പേരിട്ടു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹി വാസ് ഹോണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. അതിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ആ പ്രാർത്ഥനയുടെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഹി വാസ് ഹോണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. അവൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. എന്നാലും അവൻ വ്യസനപുത്രൻ എന്ന പേര് കിട്ടി. അങ്ങനെ അവനെ അറിയപ്പെടുന്നു. ഹി ഈസ് ഷോർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബ്രദേഴ്സ് അറ്റ്ലീസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. അവന് ഹല്ലേലൂയ. എന്നാൽ അവൻ പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്ത് പ്രാർത്ഥിച്ചു? നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ അതിർ വിസ്താരമാക്കുകയും അനർത്ഥം വ്യസനഹേതുവായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. ദൈവത്തിന് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രെയർ. പാസ്റ്റർ ആദ്യം പറഞ്ഞോണം, നമ്മൾ ഒരുപാട് അത് ഡിപ്പെൻഡ് അപ് ടു ദ പേഴ്സൺ. അല്ലെങ്കിൽ നമുക്ക് അത്രയൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലും രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത്, നിശ്ചയമായും നീ എൻ്റെ അതിർവരമ്പുകൾ വിസ്താരമാക്കുകയും ഹല്ലേലൂയ അനർത്ഥം വ്യസനഹേതുവായി തീരാതെ വണ്ണം കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. പിന്നീട് ഒരു ലൈനുണ്ട്, 2 വാക്ക്. എന്താണെന്ന് പറയാമോ? അവൻ അപേക്ഷിച്ചതിനെ അവന് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ഒത്തിരി വട്ടം വായിച്ചിട്ടുണ്ട്, ഒത്തിരി വട്ടം പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിലെ ഒരു ആ കണ്ടൻസ്, ഹല്ലേലൂയ, നമ്മളിലേക്കൊന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് നാം ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ ലോഡ് ഇസ് എ സ്വീറ്റ് ലോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ 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 കമ്പാഷനേറ്റ് ലോഡ്. ഹല്ലേലൂയ. തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം. ഹല്ലേലൂയ. തന്നെത്താൻ യാഗമായി തീർന്നവൻ. ഹല്ലേലൂയ. സഹോദരന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം ജീസസ് ഹാസ് ഷോൺ ഓൺ ദ ക്രോസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഹല്ലേലൂയ. ഈ ദൈവം ആരാണ്?
ഹല്ലേലൂയ. ജെബേസിന്റെ ദൈവം ആരാണ്? ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ അപേക്ഷിച്ചതിനെ അവന് നൽകി. ഹി ഗ്രാൻഡഡ്, ഹി ഹാസ് ആസ്ക്ഡ്. അവൻ അപേക്ഷിച്ചതിനെ അവന് നൽകി. ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചതിനെ നൽകി. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരുന്നാൽ നമ്മുടെ തിരക്കുകൾ, ഹല്ലേലൂയ, നമ്മുടെ തിരക്കുകളൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഇരുന്നിട്ട് അതിന് ദൈവമേ കർത്താവേ ഒരു സങ്കീർത്തനം വല്ലച്ചാലും പെട്ടെന്ന് വായിച്ച് 2-3 വാക്യം പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ. ഗോഡ് നെവർ പ്ലീസ് അൺടു ദീസ് തിങ്സ്. ഹല്ലേലൂയ. ദൈവം ഇതിലൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താനെന്ന് കാണിക്കേണ്ടതിന് ദൈവം ഭൂമിയിലെല്ലാടും ഊടാടി സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. സാറ്റലൈറ്റ് ആണ് ഹിസ് വർക്ക്. ഹല്ലേലൂയ. സാറ്റലൈറ്റ് സിസ്റ്റമാണ് ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. തങ്കൽ ദൈവമോ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാടും ഊടാടി സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നു. നോബഡി ഈസ് ഗോയിങ് ടു എക്സംപ്റ്റ് ഫ്രം ഹിസ് വിഷൻ. ഹല്ലേലൂയ. ആരും അവൻ്റെ കാഴ്ചയിൽ നിന്നോ അവൻ്റെ ദൃഷ്ടിയിൽ നിന്നോ അകന്നു പോകുവാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നീട് പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതിൻ്റെ വേഡിങ് ഉണ്ടല്ലോ. ഈ പ്രസംഗം കേട്ട് നമ്മളെല്ലാവരും ഒത്തിരി പ്രസംഗം കേൾക്കുന്നു. പക്ഷേ യു ഹാവ് ടു സിറ്റ് എലോൺ ക്വയറ്റ്ലി ആൻഡ് യു ഹാവ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് ദ ഡെപ്ത് ഓഫ് ദീസ് വേർഡ്സ്. ഈ വചനത്തിൻ്റെ ആഴം എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലേ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ നിലവ് ജസ്റ്റ് ചിന്തകൾ, ഭാരപ്പെടുന്ന ചിന്ത, ബിഫോർ യു പുട്ട് ഇൻ ടു ദ പ്രയർ അവൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1 പത്രോസ് 5:7 പറയുന്നത് എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ there is somebody there to take care of you. അങ്ങനെ ഉള്ളത് കൊണ്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഉള്ളത് കൊണ്ട്, കരുതാൻ ഒരുത്തൻ ഉള്ളത് കൊണ്ട്, കരുതാൻ ഒരുത്തൻ അവിടെ ദൂരെ ഇരിക്കുന്നത് കൊണ്ട്, യു ക്യാൻ പുട്ട് ഓവർ ഹിം. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് ഹല്ലേലൂയ 103 സങ്കീർത്തനത്തിൽ വായിച്ചത്. എന്താണ് വായിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ ശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. അതങ്ങനെ പോവുകയാണ്. അവൻ അനുഭവിച്ചതെല്ലാം ഹല്ലേലൂയ ആ സങ്കീർത്തനത്തിലുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങളും ഓർത്ത് നാം സ്തുതിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എത്രയും വേണ്ട. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളുടെ നിലവുകളെയും കാക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു.